പോലീസിൽ ഒരു RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ട രീതിയിൽ കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നതായി സംശയം എന്ന ഗുരുതര ആരോപണവുമായി CPI നേതാവ് ആനി രാജ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ്? കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ്? ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ്? വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മളൊക്കെ വിചാരിക്കും വെള്ളാപ്പള്ളി നടേശനെടുത്തിരിക്കുന്ന നിലപാട് BJP വിരുദ്ധ നിലപാടാണ്, NDA വിരുദ്ധ നിലപാടാണ് എന്നൊക്കെ നമ്മൾ കരുതും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. BJPയുടെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP വെള്ളാപ്പള്ളി നടേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് LDFനെ പിന്തുണയ്ക്കണം എന്നാണ്. അങ്ങനെ ഈഴവ വോട്ട് കൃത്യമായി LDFന് കിട്ടണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം വരണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു ആശങ്കയും ഇല്ലാതെ, ഒരു വൈമനസ്യവും ഇല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ NDAയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ കൈയും പിടിച്ച് നടക്കുന്നത്. RSS ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. RSSുമായി ചേർന്നില്ലേ ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അല്ല, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദം. ഇപ്പൊ ഭായിമാരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. VP സിംഗിന്റെ കാര്യം പറഞ്ഞു. BJP-കാരം എങ്ങനെ നിങ്ങൾ തോളിൽ പിടിച്ച് ബിസ്ക്കറ്റും നണ്ടി നിന്നത്? അവിടെ 197 സീറ്റുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് 143 സീറ്റുള്ള ജനതാദളിനെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ 33 സീറ്റുള്ള CPM-ഉം 12 സീറ്റുള്ള CPI കൂടിയിട്ട് ഭരണം നടത്തി ഇല്ലേ ഈ രാജ്യത്ത്? ആ വർഗീയത ഇപ്പോഴും കാണുന്നത് നിങ്ങളാണ്. വർഗീയത്തിന്റെ തുടക്കം കുറിച്ചത്.